ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഈ പാട്ടിൽ കൂടി പറയുവാനുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ഇവിടെ ഇരിക്കുന്നവരോടല്ല, നമ്മുടെ കൂട്ടുവിശ്വാസികളോടല്ല, ബന്ധുമിത്രാദികളോടോ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് സ്വർലോക ദുഷ്ടാത്മ സേനയോടത്രേ എന്നിവിടെ പറയുകയാണ്. പക്ഷെ നമുക്ക് ജയമുണ്ട്, വിജയമുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മീയ മണ്ഡലത്തിൽ പോരാട്ടങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്കവിടെ വിജയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ചില വിടുതലുകളെ പറ്റിയാണ് ഇന്ന് പ്രാരംഭമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും വചനവും ഒക്കെ കേട്ട് ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടി ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ ആത്മീയ കൂട്ടങ്ങൾക്ക്, നമ്മുടെ ഉപവാസങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളാണ് പിശാച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ഓർത്തോണം, ഹല്ലേലൂയ, നമുക്ക് അവന്റെ മേലൊരു ജയമുണ്ട്, നമുക്കൊരു വിജയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് പകൽക്കാലം നമ്മളെ ഹല്ലേലൂയ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഹല്ലേലൂയ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ദൂതന്റെ തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം ജയിക്കുന്ന ഒരു ദിനമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ ഒരു പഠനത്തിന്റെ രീതിയിലായിരിക്കും നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അവസാനം ഹല്ലേലൂയ നമ്മൾ ഫലപ്പെടണം. വളരെ ശ്രദ്ധിച്ചിരുന്നോണം. ഓരോ പോയിന്റ് ഓർത്തോണം. അതിനുശേഷം ഹല്ലേലൂയ നിങ്ങൾ തന്നെ നേരിട്ട് പിശാചിനോട് എതിർക്കുവാൻ തക്കവണ്ണം, അവന്റെ മുഖത്ത് നോക്കി പറയാൻ തക്കവണ്ണം, നിലനിൽക്കുവാൻ തക്കവണ്ണം, ഇന്ന് പകൽക്കാലം ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മൾ ഇടപെടുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ, വ്യക്തിപരമായി എല്ലാവരും ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിലേക്കായിരിക്കണം. ഞാൻ യേശുവിന്റെ രക്തത്തെ പറ്റിയാണ്, അതിന്റെ ബലത്തെ പറ്റി, മഹാത്മ്യത്തെ പറ്റി ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. യേശുവിന്റെ രക്തം എന്തെല്ലാം ചെയ്തുവെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോവുകയാണ്. ദൈവമക്കളെ, നമ്മൾ വിശ്വാസി എന്ന് വിളിക്കുന്ന ആ ഗണത്തിൽ പട്ടികയിലുള്ളവരാണ്. പക്ഷേ പലപ്പോഴും അവിശ്വാസത്തിന്റെ നുകളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പൈശാചികൻ പലപ്പോഴും ജയമേറ്റെടുത്ത് വരുന്ന പോലെ നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചെറിയ കൂട്ടമേ, നമ്മൾ വചനത്തിൽ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന ഒരു ദിനമായി മാറുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. നോക്കുക, ഒരു രാജ്യത്തിന്റെ ഒരു സൈന്യത്തില് ഹല്ലേലൂയ ചേരണമെങ്കിൽ അവന് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകണം, അല്ലേ? എന്തിനാ അവൻ ചേരുന്നത്? പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. ഹല്ലേലൂയ. അത് അവനൊരു റിവാർഡായിട്ട് ലഭിക്കുമെങ്കിലും അവന്റെ ലക്ഷ്യം അതാണ്, എന്റെ രാജ്യത്തെ സംരക്ഷിക്കുക, ശത്രുവിനോട് പോരാടുക, അവന്റെ മുമ്പിൽ എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് അവന്റെ അത്യന്തപരമായ ലക്ഷ്യം. അതിനുവേണ്ടി ഹല്ലേലൂയ അവനെ ഒരു വലിയ പ്രോസസ്സിംഗിൽ കൂടി, ഒരു വലിയ ട്രെയിനിങ്ങിൽ കൂടി നടത്തും. നമ്മളെ പോലെ ഹല്ലേലൂയ അവർക്ക് നടക്കാൻ പറ്റത്തില്ല. അവൻ സെലക്ഷൻ കിട്ടി ചെന്ന് കഴിഞ്ഞാല് ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, സെലക്ഷനൊക്കെ ചെല്ലുമ്പോൾ അതിനൊരുപാട് അവർ ഓടി നടന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് മാസങ്ങൾ എടുത്ത ശേഷം അവർ ചെല്ലും, അല്ലേ? ചെല്ലുമ്പോ ഇങ്ങനെ വടിയും കോലും വെച്ചേക്കും. അതിന്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ആ ഹൈറ്റൊക്കെ വെച്ച് അളക്കുന്നൊന്നും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നെറ്റത്തിനൊട്ടൊക്കെ അടി കൊട്ടിട്ട് അവരുടെ ആ ബലവും ഒക്കെ പരിശോധിച്ചതിന് ശേഷം അവരെ സെലക്ഷൻ ആകും. ശേഷം അവരോട് പറയും, മുടിയൊക്കെ ഇങ്ങനൊന്നും വെട്ടിയാൽ പോരാ, അതിനൊരു സ്റ്റൈലുണ്ട്, അതേമാതിരി വെട്ടിയേച്ചു എന്ന് പറയും. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കോളാൻ പറയൂലേ. അവനൊരു വേഷവും സംവിധാനവും, അവനൊരു യൂണിഫോമിലേക്ക് പോയിട്ട് പ്രത്യേകമായ കഠിനമായ ഒരു പരിശീലനത്തിൽ കൂടി അവനെ ആക്കിയതിനു ശേഷം വെറുതെ ഇരിക്കാന്, ഓഫീസറുകളിൽ ചിരിക്കാനല്ല. ഹല്ലേലൂയ. അവന്റെ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി, അതേത് മണ്ഡലമാകാം, തണുത്ത മണ്ഡലങ്ങളാകാം, ഹല്ലേലൂയ തണുപ്പിന്റെ കാഠിന്യമുള്ള ചൂട് മണ്ഡലങ്ങളാകാം, മിസൈലുകളും ബോംബുകളും ഒക്കെ വർഷിക്കുന്ന മണ്ഡലങ്ങളാകാം, അതിർത്തി സൂക്ഷിക്കുവാൻ വേണ്ടി അവരെ നിയുക്തരാക്കും. എന്തിന്? ഏത് നിമിഷവും ജാഗരൂകരായി, ഏത് നിമിഷവും അവരെ അവിടെ കടന്നു വരുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മെ തകർത്ത് കളയുവാൻ വേണ്ടി, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, നമ്മെ ഡൗൺ ആക്കി കളയുവാൻ വേണ്ടി ശത്രുവായവൻ
അവൻ തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ക്വാളിഫൈഡ് ആയിരിക്കണം. ഹല്ലേലൂയ ഞാൻ ആരാണെന്നൊരു ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ ഞാൻ ട്രെയിൻഡ് ആയ ഒരു സോൾജിയറാണ്. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ എന്റെ മേൽ ഹല്ലേലൂയ അധികാരമുണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ പിശാച് പൊന്തി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധയോടുകൂടി എന്റെ മുന്നിൽ നിങ്ങൾ ഏവരും ആയിരിക്കുവാൻ ചക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തട്ടെ, പ്രാരംഭമായിട്ട് ഈ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച ചില ഗുണങ്ങളെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യം ശബ്ദത്തിൽ ഉയർത്തി വായിച്ചാട്ടെ. മത്തായി 26:28. നോക്കിക്കേ, പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എന്റെ രക്തമെന്ന് യേശു പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, പാപം മോചിക്കുന്നതത്രേ യേശുവിന്റെ രക്തമെന്ന് ഈ വാക്യത്തിൽ കൂടി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഈ പോയിന്റ് മറന്നു പോകരുത്. നമ്മുടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ ചെല്ലുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഈ രക്തത്താൽ നമുക്ക് എന്ത് ലഭിച്ചെന്ന്. ഒന്ന് എന്താണ്? നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ആചാര്യ പാപം ഹല്ലേലൂയ അവര് നിമിത്തം കടന്നു വന്നതായ ആ പാപത്തിൽ ഹല്ലേലൂയ നമ്മൾ ജനിച്ചപ്പോൾ ഉരുവായപ്പോൾ തന്നെ ആ പാപത്തിന്റെ മുഖത്തിലായിരുന്നു, ശത്രുവിന്റെ മുഖത്തിന്റെ കീഴിലായിരുന്നു. എന്നാൽ യേശുവിന്റെ രക്തത്താൽ നമ്മളെ എന്ത് ചെയ്തു? അവൻ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, മോചിച്ചിരിക്കുന്നു എന്ന് ഒരു ബോധ്യം ആദ്യമായിട്ട് നമുക്കുണ്ടാകണം. അപ്പൊ പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തം നമ്മുടെ പാപം മോചിച്ചിരിക്കുന്നു. പറഞ്ഞിട്ട് യേശുവിന്റെ രക്തം നമ്മുടെ പാപം മോചിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാനുള്ള ചില ഹല്ലേലൂയ വചനത്തിൽ കൂടി വളരെ ബലപ്പെടലാണ്. അതുകൊണ്ട് ഓരോ അവസരത്തിലും നിങ്ങൾ ദൂരമിടുവാൻ മനസ്സിലാക്കുക, ഓർമ്മിക്കുക, യേശുവിന്റെ രക്തത്താൽ എനിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഇനിയും രണ്ടാം ഭാഗത്തെ കടന്നു പോവുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. യേശുവിന്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മളെ പാട്ടിലെ ആദ്യത്തെ പാട്ടിലും പാടിയല്ലേ, പൊന്നും വെള്ളിയും കൊണ്ടൊന്നും അല്ല എന്നെ വീണ്ടെടുത്ത നിസ്തുല്യ നിടത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഒരു ബോധ്യമുണ്ടാകണം. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും യേശുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചവരാണല്ലേ? കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ബോധ്യമുണ്ടാകണം. 2, നിങ്ങളെ വീണ്ടെടുത്തതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയും, ഞാന് ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ, പാരമ്പര്യ ശക്തി എന്റെ പുറകിലുണ്ട്, മേലാൽ ഇത് പറഞ്ഞേക്കരുത്, അടിയറവ് വെക്കണം. നിങ്ങളെ വ്യർത്ഥവും ഹല്ലേലൂയ വായിച്ചട്ടെ, പിതൃപരം പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മെ പുറകോട്ട് വലിക്കുവാൻ വേണ്ടി, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഷ്ടന്റെ തന്ത്രത്തോട് പറയണം, ഞാൻ ഇനി അതിന് അവകാശിയല്ല, ഞാൻ അവിടുന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പുറത്തു വന്നവരാണെന്ന് ഒരു ബോധ്യമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഇടയിൽ കേൾക്കുന്നൊരു ഭാഗമാണ്, എന്റെ പാരമ്പര്യം, എന്റെ കുടുംബത്തിൽ നിന്നുള്ളതായ പോരുകൾ എനിക്കുണ്ട്, ഉണ്ട്. പക്ഷേ അതിന്റെ മധ്യത്തിൽ പറയണം, ഞാൻ ആരാ? അതിന് വ്യത്യസ്തമായിട്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് ഒരു ബോധ്യമുണ്ടാകണം. അപ്പൊ ബോധ്യമുണ്ടോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അല്ലെ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പറയണോ, ഞങ്ങൾ ഇനി അതിനുള്ളതല്ല. അവിടെ പലതും ഉണ്ടാകാം, 30 കോടിയൊക്കെ ഉണ്ടാകാം, പക്ഷേ ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനൊരു ബോധ്യം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നോക്കിയേ, നമ്മളെ വീണ്ടെടുത്തു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താ വീണ്ടെടുപ്പ്? നഷ്ടപ്പെട്ടതിനെ റിസ്റ്റോർ, വീണ്ടെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആ നഷ്ടപ്പെട്ടത് പോയതായിരുന്നു, പക്ഷേ യേശുവിന്റെ രക്തത്താൽ ആ കാൽവരി ക്രൂശ് നിമിത്തം നമ്മളെ വീണ്ടെടുത്ത്, ഹല്ലേലൂയ, ആ പുണ്യാഹ രക്തത്താൽ, ആ ക്രൂശിലെ രക്തത്താൽ, ആ ക്രൂശിലെ യാഗം കൊണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്.
പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഇന്ന് ഓരോ സ്തുതി സ്തോത്രം കാണുമ്പോൾ പുള്ളി ഓടണം. അതുപോലെ സന്തോഷത്തോടെ ആയിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തറച്ചേക്കണം. ഒന്ന്, നമ്മൾ എന്താ ചിന്തിച്ചത്? യേശുവിന്റെ രക്തത്താൽ ഞാൻ എത്ര പാപം നിങ്ങൾ എന്തെല്ലാം കാണിച്ചതായിരിക്കും, പക്ഷേ ഞാൻ ആ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവനാണ്, ഇനി ഒരവകാശവുമില്ല. രണ്ട്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പല അവകാശങ്ങളും പല പാരമ്പര്യങ്ങളും ഒക്കെ എന്നെ ബാധിക്കുക, എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനുണ്ടായിരിക്കാം. പക്ഷേ എന്ത് പറയണോ? ഹല്ലേലൂയ, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാന്ന് പറയണം. 3 പോവുകയാണ്. 1-ാം അധ്യായം യോഹന്നാൻ 1 അധ്യായം 7-ാം വാക്യത്തിലേക്ക് വന്നാണ് അടുത്ത ഭാഗം. നോക്കിക്കേ, 3-ാമത്തത് യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നവിടെ പറയുകയാണ്. നോക്കിക്കേ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം എന്നെയും നമ്മളെയും ശുദ്ധീകരിക്കുന്നു എന്നവിടെ പറയുകയാണ്. ഓക്കെ, ഇതിനൊരു വലിയ പ്രോസസ് ഉണ്ട്. ഇങ്ങനെ പറയാം, നമ്മളൊരു ചെളിക്കുണ്ടിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അറിയാതെ പോയിട്ട് ഒരു ചെളിക്കകത്തോട്ട് അങ്ങ് വീണു. ഹല്ലേലൂയ, അവിടുന്ന് വലിച്ചു കയറ്റി അഥവാ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. 2-ാം ഭാഗം എന്തെടുത്തു? അവിടുന്ന് വീണ്ടെടുത്തു എന്നൊരു പ്രോസസ്സിംഗ് ഉണ്ട്. 3-ാമതായിട്ട് ആ മാതാവ് എന്ത് ചെയ്യും? ആ കുഞ്ഞിന്റെ വസ്ത്രമൊക്കെ മാറ്റി കുളിപ്പിച്ച് അവനെ സോപ്പൊക്കെ ഇട്ട് അവനെ എന്തു ചെയ്യും? തോർത്തി മിടുക്കനാക്കി നിർത്തും, അല്ലേ? ശുദ്ധീകരിക്കും. അതുപോലെ ദൈനംദിനം ഓരോ ദിവസവും ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ കുറവുകളുടെയും മധ്യത്തിൽ യേശുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിശാച് ചിലപ്പോൾ വന്നോണ്ട് നിൽക്കും, നീ ഇന്ന പാപം ചെയ്തില്ലേ? അപ്പോൾ യേശുവിന്റെ രക്തത്താൽ പറയണം, എന്റെ പാപം മോചിക്കപ്പെട്ടതാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടതാണ്, ഇനിയുണ്ട്, ഞാൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവിടെ എഴുന്നേറ്റ് നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കട്ടെ. ഹല്ലേലൂയ. അനുദിനം ഓരോ നിമിഷവും നമ്മൾ യേശുവിന്റെ രക്തത്താൽ ഓരോ ദിവസവും മണിക്കൂറുകളും നമ്മൾ ശുദ്ധി പ്രാപിച്ച് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ യേശുവിന്റെ രക്തത്തെ പറ്റി കുറച്ചു മുമ്പേ ശിജിലത് ഓർപ്പിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ യേശു സംബന്ധമായിട്ട് പീലാത്തോസ് ഒരു കാര്യം പറഞ്ഞു. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ദർശനമൊക്കെ ഉണ്ടായി. യേശുവിനെ അവൻ പാവുക, അവനെ ഒന്നും ചെയ്യണ്ട. പുള്ളിക്കാരി പോയിട്ട് ഹല്ലേലൂയ യേശുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ആ നീതിമാനെ ഒന്നും ചെയ്യേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. പുള്ളി ആദ്യമൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ അവന് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ടത് കൊണ്ട്, യഹൂദന്മാരെ പ്രീതിപ്പെടുത്തേണ്ടത് കൊണ്ട് എന്തോ ചെയ്തു? ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, അവൻ പിന്നെ നേരോടെ ന്യായപാലനം ചെയ്തില്ല, പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നു അറിയാമോ? അവൻ സൂയിസൈഡാണ് പിന്നെ ചെയ്തത്. ഹല്ലേലൂയ. വേണമെങ്കിൽ അവൻ യേശുവിന് വേണ്ടി അവനവിടെ നിൽക്കാമായിരുന്നു. യഹൂദന്മാർ ക്രൂശിക്കട്ടെ, പക്ഷെ അവൻ അതിന് ഭാഗമായിട്ട് പറഞ്ഞു, ഇവന്റെ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അവനെ ക്രൂശീകരണത്തിന് വേണ്ടി വിട്ടുപോയവന്റെ അന്ത്യം. ഹല്ലേലൂയ. പിന്നീട് അവന് ശരിക്കും രാജഭരണം ചെയ്യാൻ പറ്റിയില്ല. അവന്റെ അന്ത്യം, ഹല്ലേലൂയ, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നദിക്കരയിൽ സൂയിസൈഡ് ചെയ്ത് അവൻ കടക്കുന്നതായിട്ടാണ് പിന്നെ കണ്ടത്. പിന്നെയും പറഞ്ഞു, അതിന്റെ അടുത്ത ഭാഗത്ത് അവിടെയുള്ള യഹൂദന്മാര് പറഞ്ഞു, അല്ലേ, അവന്റെ രക്തം എങ്ങോട്ട് പോരട്ടെന്നാ പറഞ്ഞേ? ഞങ്ങളുടെ മേലും ഇതിനും വിട്ടോ? വിട്ടില്ല. ഹല്ലേലൂയ. രക്തച്ചൊരിച്ചില് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴുണ്ടായി. ഇനിയും അവരെ വിട്ടോ? ഇല്ല. അതിൻ്റെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരങ്ങനെ പറഞ്ഞു. പക്ഷേ നമ്മൾ എന്തോ പറയൂ? ഈ യേശുവിന്റെ രക്തത്താൽ ഞങ്ങള് ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ പാപമോചനം പ്രാപിച്ചവരാന്ന് പറയണോ? പീലാത്തോസേ, നീ എന്തും പറഞ്ഞോ? ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന ജനമേ, നിങ്ങൾ എന്തും പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തു പറയാനുണ്ട്? ഞാൻ യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവനാണ്, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവനാണ്. 3 കാര്യം നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ, മറക്കരുത്. എക്കാലവും നമുക്ക് ഓർമ്മയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ സാധിക്കണം, ഓ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചവനാണ്. ഇനി റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക്. അടുത്തെന്താ പറയുന്നത്? നീതീകരിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു, ജസ്റ്റിഫൈ. നോക്കിക്കേ, നമ്മുടെ ഒരു കുറ്റവും കുറവൊക്കെ ഉണ്ടായിരുന്നു. ആദാമി പാപം നമ്മുടെ മേലുണ്ടായിരുന്നു. പക്ഷേ യേശുവിന്റെ രക്തം അത് മായിച്ച് നമ്മളെ നീതീകരിച്ചു എന്ന് പറയുകയാണ്. നമ്മുടെ നീതീകരണം 2 രീതിയിൽ നടക്കുന്നത്. ഒന്ന് യേശുവിന്റെ രക്തത്താലും ജലത്തിൽ സാക്ഷീകരിക്കുന്നതിൽ കൂടി, നമ്മൾ പ്രസ്താവിക്കുന്നതിൽ കൂടി ഹല്ലേലൂയ നമ്മുടെ നീതീകരണം നടക്കുകയാണ്. എനിക്കറിയാം ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനവും യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് അടുത്തത് അഭിമാനിക്കാനുണ്ട്. ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്, പാപമോചനം പ്രാപിച്ചവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നീതീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നമുക്ക് ബോധ്യമുണ്ടാകണം. ഹല്ലേലൂയ. നോക്കിയേ, അങ്ങനെ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് അവിടെ പറയുന്നുണ്ട്, കോപത്തിൽ നിന്ന്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടു. വലിയ ശിക്ഷയ്ക്ക് കാരണമായിരുന്നു. പാപത്തിന്റെ കരാളകസ്തത്തിലകപ്പെട്ട് ഒരു വലിയ ശിക്ഷയ്ക്ക് പാത്രിപുത്രരായി തീരേണ്ടവരായിരുന്നു. പക്ഷേ യേശു നമ്മളെ നീതീകരിച്ച് അവന്റെ പുണ്യാഗ്രഹത്താൽ നമ്മെ കഴുകിയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ പേഴ്സണലി എനിക്കും നമുക്കും പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. പറഞ്ഞേ. ഒന്നാമത്തെ എന്തായിരുന്നു? യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്ത് ചെയ്തു? പാപമോചനം. മറക്കരുത്, ഇത് കേട്ടിക്കോണം, മനസ്സിലോട്ട് കേട്ട് എല്ലാവരും. യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്ത് പ്രാപിച്ചു? പാപമോചനം പ്രാപിച്ചു. 2, യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്ത് പറ്റി? ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. 3, യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. 4, ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങൾക്കും പറയാൻ, ഹല്ലേലൂയ, സ്റ്റാൻഡോടെ, പ്രാഗൽഭ്യത്തോടെ, ഓ ഹല്ലേലൂയ, ദുഷ്ടന്റെ തന്ത്രങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പറയാൻ നമുക്കിതുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ അടുത്തൊരു ഭാഗം പറയാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. നിൽക്ക്. ഞാനാരാ? നിങ്ങളാരാ? സഭയാണ്. ഇതിനെ യേശു സമ്പാദിച്ചതാണ്. ഓട്ടമ ആരാ? യേശുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 1-2 പോയിന്റ് പറഞ്ഞു. ഈ ഞാനും നിങ്ങളും ആരുടെ സമ്പാദ്യമാ? യേശുവിന്റെ സമ്പാദ്യമാ. അപ്പൊ ഓർത്തോണം, ഞാൻ ആരാ? നിനക്കുള്ളതല്ല, ഞാൻ യേശുവിനുള്ളതാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവൻ ചോദിക്കും. ഹല്ലേലൂയ. യേശു സമ്പാദിച്ചതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ദൈവമക്കളെ, നമ്മളെ ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ട ഒരുവരുടെ ചെറിയൊരു കൂട്ടം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഹല്ലേലൂയ. ഏജിയുടെയല്ല, മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയതല്ല. ആർക്കും പുകഴാനൊന്നുമില്ല. ഇവിടെ ഈ ഭൂലോകമൊട്ടായി കാണുന്ന ദൈവസഭ ആരുടേതാണ്? പ്രസ്ഥാനത്തിന്റെ അല്ല, വ്യക്തിപരമായ ആരുടെയുമല്ല. ഇത് യേശുവിൻ്റെതത്ര പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ വകയാണ്, യേശുവിന്റെ സമ്പാദ്യമാണ്. ക്രൂശിലെ രക്തത്താൽ നേടിയെടുത്ത സമ്പാദ്യമാണ്. ഞാനും നാം ഓരോരുത്തരുമെന്ന് ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകും. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ രക്തത്താൽ ഞാൻ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, വീണ്ടെടുക്കൽ പ്രാപിച്ചു. ഞാൻ എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നറിയോ? എനിക്കറിയാം ഇത് ഹല്ലേലൂയ ചില മണ്ഡലങ്ങളിൽ പരിവർത്തിച്ച് ഇതിൻ്റെ അവസാനത്തെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ, ചില ദൈവികമായ ചില കാഴ്ചപ്പാടുകൾ, ചില മാറ്റങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കെ. ഞാൻ യേശുവിൻ്റെ വകയും കൂടിയാണ്, ഞാൻ യേശുവിൻ്റെ സമ്പാദ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്കൊരു ഉടയവനുണ്ട്, എന്നെ നിയന്ത്രിക്കുന്നവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും ഹല്ലേലൂയ ചോദിക്കാൻ വരുമ്പോൾ, എന്നെയും നിങ്ങളെയും അപമാനിക്കുമ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തിനുള്ള വകയാണെങ്കിൽ ഓർത്തോണം. ഹല്ലേലൂയ. കർത്താവിനോടാണ് അവർ ചോദിക്കുന്നത്, കർത്താവിനെ എത്രേ ഹല്ലേലൂയ നോവിക്കുന്നത്. പക്ഷെ അവൻ വരുമ്പോൾ
പിശാചിൻ്റെതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. പിശാച് വാദിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകാൻ പാടില്ല? അവന്റെ വക ഒന്നും ഉണ്ടാകാൻ പാടില്ല. യേശുവേ പണ്ടിങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. വൈ? വാട്ട്സ് റീസൺ? കാരണം ആ പുള്ളിയുടെ ഒന്നും കൊണ്ടല്ല യേശു വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ജനനത്തിൽ കൂടി പരിഭാവനമായ ഒരു ഹല്ലേലൂയ ജനനത്തോടു കൂടി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുക. ഒന്നും ഡിമാൻഡ് ചെയ്യാൻ, ഒന്നും വാദിച്ചു നിൽക്കാനില്ല. ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്നുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, പാപമോചനം പ്രാപിച്ച, ശുദ്ധീകരിച്ച ദൈവജനമേ, നമ്മുടെ പക്കൽ ദുഷ്ടന്റേതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, ഒരു സമർപ്പണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. പിശാചിന്റെ ഒരു വകയും എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ ജീവിതത്തിന്മേൽ, വ്യക്തികളുടെ മേൽ ഉണ്ടാകരുത്. എല്ലാം ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാകട്ടെ. പ്രൈസ് ഗോഡ്. ഇനി അപ്പോൾ യേശു സമ്പാദിച്ച സഭ ആണല്ലേ? അപ്പോൾ യേശു സമ്പാദിച്ചതാണെങ്കിൽ പുള്ളിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. സമയം പോയി. ഈ സഭ യേശുവിന്റെ സ്വന്തമാണ് എന്നും പറഞ്ഞ് ഇതെന്റെ സമ്പാദ്യം എന്നും പറഞ്ഞ് പുള്ളി മാറിയൊന്നും നടക്കുമൊന്നുമല്ല. പുള്ളി അതിന്റെ ആരാ? തല, കൺട്രോൾ പുള്ളിയുടെ കയ്യിലായിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഈ മാനുഷികമായി നമ്മൾ എത്രയൊക്കെ ഈ കൂട്ടായ്മകളെയൊക്കെ നിയന്ത്രിച്ചാലും അതിന് പരിമിതികളുണ്ട്. പക്ഷേ കർത്താവാണ് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ദൈവസഭകളെ, കൂട്ടായ്മകളെ, എന്നെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം ഒരു ബോധ്യം കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ തലയാരാ? യേശുവാണ് തല, അവനാണ് നിയന്ത്രിക്കുന്നെന്ന് ഒരു ബോധ്യം കൂടെ കടന്നു വരട്ടെ. സ്തോത്രം. മാത്രമല്ല ഒറ്റയ്ക്ക് വിടുന്നില്ല. അപ്പോ യേശു തലയായപ്പോ നമ്മൾ ആരായി? ഉടലായി അല്ലേ? ശരീരമായി മാറി. ഇതിൽ വരുന്ന ഓരോ വേദനയും ഹല്ലേലൂയ വചനത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, കർത്താവേ ഈ ശരീരത്തിലുള്ള വേദന ഹല്ലേലൂയ നീ ഇതിന്മേലൊന്ന് തൊടണമേ, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ദൈവസഭയെ പലതായിട്ട് മുങ്ങിച്ചിട്ടുണ്ട്. കെട്ടിടമായിട്ടല്ലേ? അവിടെയും എന്തുവാ കെട്ടിടം? സഭയെ കെട്ടിടമായി യേശു അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ യേശു ആരാ? മൂലക്കല്ല് അല്ലേ? കോർണർ സ്റ്റോൺ. അവിടെയും പുള്ളി മെയിൻ ആയിട്ട് വെച്ചാൽ നമ്മെ ഒറ്റയ്ക്കല്ല വിടുന്നത്. സ്തോത്രം. യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഈ ഭാഗങ്ങളിൽ കൂടി പറയുകയാണ്. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മെ എങ്ങനെയും പോട്ടെ എന്ന് വിചാരിച്ച് അഴിച്ചു വിട്ടേക്കുകയല്ല. അവന്റെ കൺട്രോളിൽ, അവനാണ് നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശരീരമാ, ഉടലാ. അപ്പോൾ പിശാചിപ്പോടാ കാലിന്റെ കീഴെ അല്ലേ? സ്തോത്രം. അവനെ കാലിന്റെ കീഴെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ആമേൻ. ഇന്ന് രാവിലെ വന്നപ്പോൾ ഞങ്ങളൊരു വാക്യം നമ്മൾ പറഞ്ഞല്ലേ, ലൂക്കോസ് 8:19 പാമ്പുകളെയും നിക്ക്. കർത്താവ് ഇപ്പൊ നമ്മുടെ എന്തുവാ? തലയാണ്, നമ്മുടെ ഉടലാണ്. പിശാചിനെ എവിടെ തന്നേക്കുന്നേ? ചവിട്ടാൻ. അവന്റെ തന്ത്രങ്ങൾ നമ്മുടെ കാലിന്റെ മീഴയാണ്. അല്ലാതെ ഇനി നമ്മൾ പറയരുത് ഈ പാമ്പും തേളും ഈ ഭൂതവും ഈ ശത്രുവിന്റെ തന്ത്രങ്ങളൊക്കെ എന്റെ കൂടെയാണെന്നും പറഞ്ഞേക്കരുത്. നമ്മൾ പാപമോചനം പ്രാപിച്ചവരാ, വീണ്ടെടുക്കപ്പെട്ടവരാ, യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ അടയാളമുള്ളവർ പറയണം. പിശാച് ഇപ്പൊ എവിടാ? കാലിന്റെ കീഴയാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാണ്. ഇത് കേറി വരാൻ അനുവദിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു ബോധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ തല യേശുവാണ്, അവന്റെ ഉടലാണ് നമ്മള്. അവന്റെ കീഴെ മാത്രമാണ് പിശാചുള്ളത്.
അതുകൊണ്ട് നമുക്ക് വലിയ അധികാരം 91 ഒരുപാട് അധികാരമുണ്ടല്ലേ. ഇതൊന്നും മനസ്സിലാക്കിയേച്ച് ഈ അധികാരത്തോടു കൂടി അങ്ങോട്ട് നിൽക്കാൻ പഠിക്കണം. നിന്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ പലതും വീഴും, അത് ഇളിക്കും, അത് നിന്നെ പേടിപ്പിക്കും, അത് നിന്നെ സ്വപ്നം കാണിപ്പിക്കും, അത് വലിയ അനർത്ഥങ്ങൾ കാണിപ്പിക്കും. നമ്മൾ ഭയക്കും, പേടിക്കും. പക്ഷെ പറഞ്ഞേച്ച് കടക്കണം, പറഞ്ഞേച്ച് ഓരോ നിമിഷവും നടക്കണം. ഹല്ലേലൂയ. പിശാചേ, നീ എൻ്റെ കാലിൻ്റെ കീഴിലാണ്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ജയമെടുത്തവനാണെന്ന് ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം ഏവരിലും ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ഈ തലയാകുന്ന ക്രിസ്തുവിനെ നമുക്കൊന്നുകൂടെ നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14, 15, 16, 17 വാക്യങ്ങളിൽ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. പക്ഷെ നമുക്കിന്ന് വാക്യം ഒരുപാട് വായിച്ചാലേ അത് കറക്റ്റ് മനസ്സിലാകും. ആദ്യത്തെ ഒരു വാക്യം നോക്കിക്കേ. ഈ തല ആരാന്നറിയാം? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. മാത്രമല്ല, ഈ പുള്ളി പണ്ടേ ഉള്ളവനാണ്, ആദ്യജാതനാണ്. ഇനി വായിക്കട്ടെ, നിൽക്കേ. അദൃശ്യനായ ദൈവം, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് യേശു. ആ യേശു നമ്മുടെ തലയാണ്. പ്രതിമയ്ക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് പരിമിതിയുണ്ട് അല്ലേ. ഒരു ഐഡലായിട്ട് പ്രതികരിക്കാതെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുവിന് കഴിവില്ലാഞ്ഞിട്ടോ അവൻ്റെ കൂടെ ദൂതന്മാരില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഈ ആളുകൾ വന്ന് അവൻ്റെ മുട്ടിയൊക്കെ കണ്ട് പിടിച്ച് ഇടിച്ചപ്പോൾ വേണമെങ്കിൽ അവരെ ഹല്ലേലൂയ അവൻ്റെ ദൂതന്മാർ വന്ന് അവരെ കീഴ്പ്പെടുത്താമായിരുന്നു. അവൻ്റെ രോമങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ, അവനെ അടിച്ചപ്പോൾ, അവനെ തെണ്ണിപ്പിച്ചപ്പോൾ, അവനെ നിന്ദിച്ചപ്പോൾ, അവനെ പഴിച്ചപ്പോൾ, അവരെ ചാട്ടവാറിവിട്ട് അവനെ അടിച്ചപ്പോൾ അവൻ മൗനമായി നിന്നു. എന്താണെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ പ്രതിമയായിട്ട് അങ്ങ് നിന്നു കൊടുക്കുകയായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള നമ്മൾ ആരാ? ഹല്ലേലൂയ. അവന്റെ പ്രതിസ്വരൂപങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത്, നമുക്ക് എല്ലായിടത്തൊന്നും കയറി പ്രതികരിക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ. എല്ലാമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കോട്ടികളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ലോകം കാണിക്കുന്ന പോലെ, ലോകം ഓടുന്നത് പോലെ, ലോകജാതികൾ കാണിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. പലതും കാണുമ്പോൾ ദുഃഖമാണ് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകം, ദൈവദാസന്മാർ പോലും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കൂട്ടാൻ അവകാശം പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. വചനത്താലും യേശുവിന്റെ രക്തത്താലും ശുദ്ധീകരിക്കപ്പെട്ട് നമുക്ക് അനുദിനവും സഞ്ചരിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അപ്പോഴേ ഈ കോർണർ സ്റ്റോൺ അഥവാ ഈ തല, അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. പുള്ളി ഇന്നലെ ഒന്നും പൊട്ടി വളച്ചതല്ല, അവൻ ആദ്യം മുതലേ ഉള്ളതാണ്. സ്തോത്രം. എൻ്റെ കുടുംബത്തിന്റെ, ഞാൻ, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, അതിലെ തലയാരാ? ഞാനാണല്ലേ. എൻ്റെ കീഴെയുള്ള ബോഡിയാണ് എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞുങ്ങളും. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യും? ഞാൻ പറയുന്ന അനുസരിക്കും. 2, അവർക്കറിയാം എൻ്റെ വീട്ടിലെ ഉടമൻ, ഞങ്ങളുടെ പപ്പ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അവർക്കൊരു ബോധ്യമുണ്ട്. പക്ഷേ അവർ വഴിമാറിയാൽ, അവരെന്നെ അനുസരിക്കാതെ സഞ്ചരിച്ചാൽ, അമ്മായി, ഞാൻ അവരെ മൈൻഡ് ചെയ്യൂ? ഇല്ല, നെവർ. സ്തോത്രം. അവിടെ ആര് കയറും? പിശാച് കയറി അവകാശങ്ങൾ പറയുവാനിടയായി തരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഈ കർത്താവിന്റെ മേശയിലേക്ക് അടുക്കപ്പെട്ടവർ, പിശാചിനോട് വിളിച്ചു പറയണം, ഞാൻ ആരാ? നിനക്ക് ഒരു അവകാശവുമില്ല. ഞാൻ പാപമോചനം പ്രാപിച്ചവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ ശുദ്ധീകരണമുള്ളവനാണ്, ഞാൻ നീതീകരണമുള്ളവനാണ്. 2 യേശുവപ്പന്റെ തല. ഹല്ലേലൂയ. ദൂതന് എന്റെ മേൽ ഓരോ നിയന്ത്രണവും ഇല്ല എന്ന് ഇന്ന് പറയാൻ സാധിക്കും. പറയാൻ പറ്റത്തില്ലേ? ഇന്ന് പകൽക്കാലം ഈ ഒരു വചനത്താൽ, അല്ല എപ്പോഴും ഒന്നും എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല, നിങ്ങൾക്ക് എന്നെ വിളിക്കാനും തോന്നത്തില്ല. പക്ഷെ ഈ നാളുകളിൽ നാം ഓരോരുത്തരും ആ ഒരു മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം.
അപ്പോൾ യേശുവിൻ്റെ രക്തം ക്രൂശിൽ കൂടി എന്തു സംഭവിച്ചു എന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. അത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർണ്ണം വെപ്പിച്ചു. ഇന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഇത് നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാകണം. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ ആയുധം താഴെ വെപ്പിച്ചവനാണ് എൻ്റെ യേശു. അഥവാ നാം ഹല്ലേലൂയ ഓർക്കുവാൻ പോകുന്ന, നാം ഭാഗമാക്കുവാൻ പോകുന്ന ആ ക്രൂശിലെ യാഗമെന്ന് ഒരു ബോധ്യം കൂടെ നമുക്കുണ്ടാകണം. സ്തോത്രം. എഫേസ്യ ലേഖനം 6-12 പറയുന്നുണ്ട്. നമ്മൾ ആ പാട്ടിലും പറഞ്ഞായിരുന്നു പോരാട്ടമുള്ളത് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോടല്ല, പാസ്റ്ററോടല്ല, വിശ്വാസികളോട് കൂട്ടിൽ അപ്പൻ അമ്മാം ഒരാളോടുമല്ല, മറ്റൊരു മണ്ഡലമുണ്ട് അല്ലേ, അവരോട് നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭയങ്കര ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് വെറുതെ വിടത്തില്ല പ്രിയപ്പെട്ടവര്. പക്ഷേ അവൻ എത്ര തന്ത്രത്തോടെ വന്നാലും നമുക്കതിലും വലിയ തന്ത്രം അറിയാം. ഏത്? നമുക്ക് പറയാൻ പോയിന്റ് ഉണ്ടാകണം. പ്രാഗൽഭ്യത്തോടെ, അവന്റെ ഒന്നും കയ്യിലില്ലാതെ ചങ്കൂറ്റത്തോടെ നോക്കി പറയണം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്താൽ ജയമെടുക്കട്ടെ. ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന ഒരു ദിനമായി മാറട്ടെ. ഈ വാഴ്ചകളും അധികാരം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ലൂക്കോസ് 22:53 യേശു പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ തേരാപ്പാര 13.5 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരുത്തനും എന്നെ പിടിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ പിടിച്ചത് എന്താ? വായിച്ച കണ്ടില്ലേ? ഇപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഈ ചെയ്യിക്കുന്നത് മനുഷ്യനെന്നും അല്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി യേശുവിൻ്റെ ക്രൂശീകരണത്തെ, യേശു ക്രൂശിൽ യാഗമാകാതിരിക്കാൻ വേണ്ടി ഒരിരുളിൻ്റെ അധികാരമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ക്രൂശിൽ, ദൈവം വന്നത് അവൻ അറിയത്തില്ല, പക്ഷേ ഹല്ലേലൂയ ഇവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, ക്രൂശിൽ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി, യേശുവിൻ്റെ ഹിസ്റ്ററി അവസാനിപ്പിക്കാൻ വേണ്ടി ഇരുളിൻ്റെ അധികാരം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് യേശു അവിടെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12:31-32 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയോ? പ്രഭുവിനെ തള്ളിക്കളയും. ഞാൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഉയർപ്പോടുകൂടി എന്തു സംഭവിക്കുന്നു എന്നവിടെ പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു തള്ളപ്പെടും, അവൻ ഹല്ലേലൂയ ഇല്ലായ്മയാകപ്പെടുമെന്ന് അവിടെ പറയുകയാണ്. മാത്രമോ യേശുവിന്റെ ക്രൂശീകരണം മുതൽ കാരണം കൊണ്ട് എബ്രായ ലേഖനം 2-14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ യേശു മരണത്തെ ജയിച്ചു, അതുപോലെ മരണഭീതിയെ അവൻ മാറ്റിക്കളഞ്ഞു എന്നവിടെ പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഭീതികൾ, ഭയങ്ങളൊക്കെ മാറിപ്പോകട്ടെ. ഇതൊക്കെ ആരുടേതാ? പിശാചിൻ്റെതാ. പക്ഷെ ക്രൂശിൽ ജയാളിയായ ആ യേശുവിന്റെ മക്കളാ നമ്മള്. നമുക്ക് ഭയമുണ്ടാകരുത്. ഹല്ലേലൂയ, എന്റെ യേശു ജയാളിയാണ്, എന്റെ യേശു ക്രൂശിൽ ജയാളിയാണെന്ന് ഒരു ബോധ്യമുണ്ടാകട്ടെ. അല്ലെ, അത് തോറ്റോടെ കൂട്ടോണം. നമ്മൾ ജയിച്ചവന്റെയാണ്, നമ്മൾ യേശുവിന്റെ ജയാളികളാണ്. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതാണ്. ഞാൻ സമയം കട്ടാൻ ഷോട്ടാക്കി പോകുന്നതുകൊണ്ട് വായിക്കണ്ട. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. നോക്കിയേ, ഈ വാഴ്ചയും അധികാരവും എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കണം. നമുക്കറിയാം, വീണുപോയ ദൂതന്മാരെ അറിയാം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 3-1 വീണുപോയ ലൂസിഫറിന്റെ സംഘത്തോടു കൂടി ചേർക്കപ്പെട്ടു. 2 ഭാഗം ദൈവത്തോട് കൂടെ നിൽക്കുകയും ചെയ്തു. ഇവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയായിരുന്നു? ദൈവം, നമ്മൾ കുറച്ചുകൂടി വായിച്ചു വാക്കുണ്ട്, അവർ ആദ്യം മുതലുണ്ടായിരുന്ന വായിച്ചില്ലേ? അവിടെ എല്ലാം കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? അവർക്ക് നിഗളവും പ്രൈഡും, നമ്മൾ കുറച്ചു പറഞ്ഞായിരുന്നല്ലോ, ആത്മീയ നിഗളം, സ്പിരിച്വൽ പ്രൈഡ്, അതുണ്ടായി. എന്തുപോയി? വീണു. അവന്റെ സംഘത്തിലേക്ക് 3-1 മാറി, 3-2 ദൈവത്തോട് കൂടെ നിൽക്കുവാൻ എത്തും. പക്ഷെ ഒന്നുണ്ടല്ലോ, അവരടങ്ങിയിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അവരുടെ തന്ത്രങ്ങൾ വലുതാ. ആരാ വാഴ്ച, ആരാ അധികാരം? നമ്മൾ ഓർക്കണം, വാഴ്ചകള് ഹല്ലേലൂയ ഈ വീണുപോയ ദൂതന്മാർ അവരുടെ ആ കിങ്കരന്മാരാണ്. എന്നാൽ അവരുടെ കീഴില് അവര് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഈ വാഴ്ചകളൊന്നും നമ്മളെ വന്ന് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല.
പക്ഷെ അധികാരങ്ങളാണ് നമ്മൾ ശ്രമിക്കുക. ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ കോടതിയിലൊക്കെ ഓർഡർ ഇടുന്ന ആരാ? തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ആരാ? അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടുന്ന ആരാ? ജഡ്ജ്, വാച്ച്. പക്ഷേ ആ ഓർഡറിനെ നടത്താൻ വേണ്ടി ആ ഓർഡറുമായി വരുന്നത് ആരാ? പോലീസുകാർ, അല്ലെങ്കിൽ ആമി എന്നൊക്കെ വിളിക്കും. അവരാ കടന്നു വരുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാരപ്പെടരുത്. ചെറിയ ചെറിയ ശിങ്കിടികളായി നമ്മളെ ഇടയ്ക്ക് സ്വപ്നമൊക്കെ കാണിപ്പിച്ചുകൊണ്ട് വരുന്നതെന്ന്, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മെ എന്ത് ചെയ്യാം, നമ്മുടെ ആത്മീയ ജീവിതം ശോഷിപ്പിച്ച് കളഞ്ഞ് നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹല്ലേലൂയ വാച്ചുകൾ ഇട്ടുകൊടുത്ത ഓർഡറുകളാണ്. ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ശ്രമിക്കുന്ന സേവനാത്മാക്കൾ എന്ന് പറഞ്ഞാൽ സ്വർലോക ദുഷ്ടാത്മ സേനകൾ ഓരോ തന്ത്രവുമായിട്ട്, ഓരോ രൂപമായിട്ട് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഹല്ലേലൂയ, അവിടെ നമ്മളെ അധൈര്യപ്പെട്ടുകൂടാ പ്രിയപ്പെട്ടവര്. അപ്പോൾ പക്ഷേ കണ്ടല്ലോ, സത്യത്തിൽ വാച്ചുകളുമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഹല്ലേലൂയ, ഒരു ഉറപ്പുടെ തന്നു കർത്താവ്. എന്താ? അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ ആയുധവർഗം വെപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഭാരപ്പെടരുത്. അവന്റെ ഒരു വാഴ്ചയും ഒരു അധികാരവും എന്റെ നേരെ സാധിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ഒരു ബോധ്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ. അപ്പോൾ ജോബി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും, ചില അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഓർഡർ അല്ലേ, ഓർഡറുമായിട്ട് വരിക. പക്ഷെ ഓർഡർ കിട്ടിയ ആൾ എവിടെ ഇരിക്കുന്നത്? യേശുവിന്റെ രക്തത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, അത് കാണുമ്പോൾ അങ്ങ് പറഞ്ഞേക്കണം, എന്ത്? ഹല്ലേലൂയ, ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ്, ഞങ്ങളുടെ പേര് ഒന്നും പറ്റത്തില്ല. ഹല്ലേലൂയ, ആ ആക്കട്ടൊന്നും പറ്റത്തുമില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ അനർത്ഥങ്ങൾ കണ്ട് ഭാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ വ്യാകുലപ്പെടുമ്പോൾ ഓർത്തോണോ, ഹല്ലേലൂയ ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ ആയുധവർഗം വെപ്പിച്ച യേശുവിന്റെ രക്തത്തിലാണ് ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ അല്ലേ? ഗ്ലോറി. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ കീഴ്പ്പെട്ടിരിക്കുക. അവർ താഴെയാണെന്ന്, കാൽ കീഴെയാണ്. എഫേസ് ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളുണ്ട്. എഫേസ് ലേഖനം 3:10-11. എഫേസ് 3:10-11 അല്ലേ? തെറ്റില്ലേ വായിച്ചു? അതാ 3:10-11. ഞാൻ ഒരു കാര്യം മലയാളം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ KJV-യിലും മനസ്സിലാവത്തില്ല. പക്ഷെ വേറെ ചില ട്രാൻസ്ലേഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് NIV ട്രാൻസ്ലേഷനാണ് ഏറ്റവും നല്ലത്. ഞാനതൊന്ന് വായിക്കാം. ഹിസ് ഇന്റന്റ് വാസ് ദാറ്റ് നൗ, ശ്രദ്ധിച്ചോണം, ത്രൂ, എല്ലാവരും ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, ത്രൂ ദ ചർച്ച് the manifold wisdom of God should be made known to the rulers and authorities in the heavenly realm. എന്ന് പറഞ്ഞാൽ ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഹല്ലേലൂയ ഒരു മാനിഫോൾഡ് വിസ്ഡം ഉണ്ട്. അതിനെന്താ പറയുന്നത് അറിയാമോ? ബഹുവിധമായ ഞാൻ ഇതിനെ അറിയിക്കുന്നത് കർത്താവ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും സഭയിൽ കൂടി ത്രൂ ദ ചർച്ച്. ആ ഒരു വാക്യം നമ്മുടെ മലയാളത്തിൽ ചില ട്രാൻസ്ലേഷൻ വ്യക്തമല്ല. പക്ഷേ അവിടെ പറയുന്നത് ഹിസ് ഇന്റന്റ് വാസ് ദാറ്റ് നൗ ത്രൂ ദ ചർച്ച് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മളിപ്പോൾ കുറേ നേരം കൊണ്ട് ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ സംബന്ധമായ ചില കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഇതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിശാചിനോട് വിളിച്ചു പറയേണ്ടത് ആരാ? നമ്മൾ പിള്ളേരാ. നമ്മൾ പറയത്തില്ലേ, എൻ്റെ പിള്ളേർ പോയി ചോദിച്ചോളൂ. നമ്മളെ വലിയ മക്കളായിട്ട് ചില നാടൻ ഭാഷ പറയും, ഞാൻ വിട്ടിട്ടുണ്ട്, പിള്ളേരുണ്ട് അവിടെ, അവർ നോക്കിക്കോളൂ. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മുടെ ഭാഷയിൽ പറയുകയാണ് ഹല്ലേലൂയ, ഈ പിശാചിനോട് അവിടെയുള്ള സ്വർലോക ദുഷ്ടാത്മ സേനയോട് ചോദിക്കാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു? സഭയെ ഏൽപ്പിച്ചു. പക്ഷെ ഞാനും നിങ്ങളും ആർക്കാ നാണം കേട്? ദൈവത്തിന് നാണം കേട്. ദൈവസഭയെ ചെറിയ കൂട്ടമേ, ഹല്ലേലൂയ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാ.
നമ്മളാ ചങ്കൂട്ടത്തോടെ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാലിന്റെ കീഴെയാണ്. ഇത് മേളിലോട്ട് കയറാൻ അനുവദിച്ചാൽ കർത്താവിന് ബാധിക്കും, നമ്മളെ ബാധിക്കും. സ്തോത്രം. എപ്പോഴും ഓർമ്മയുണ്ടാകണം, താഴെയാണ്. ഇതിനെ അധികാരത്തോടു കൂടി ഞാൻ ആത്മീയ മണ്ഡലത്തിൽ ഒരു യുദ്ധമായി പറഞ്ഞ് പഠിപ്പിച്ചു വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ എങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത്? മേളിൽ കയറാൻ അനുവദിക്കരുത്, ഒരു മണ്ഡലത്തിനും കയറാൻ അനുവദിക്കരുത്, താഴെ നിർത്തിയേക്കണം. നമ്മുടെ അവന് അധികാരമില്ല എന്നൊരു ബോധ്യമുണ്ടാകണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിൽ കൂടി, നിങ്ങളിൽ കൂടി, സഭയിൽ കൂടി ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ക്രൂശിലെ ജയം ഡിക്ലെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാടുകളിൽ ശത്രുവിന്റെ തന്ത്രത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ഹല്ലേലൂയ ക്രൂശിലെ ജയത്തിന് ഹല്ലേലൂയ നമ്മുടെ ഭാഗത്തിൽ കൂടി ഹല്ലേലൂയ കുറവ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ജയിച്ചവരുടെ കൂട്ടമാണ് നമ്മളല്ലേ, വിജയിച്ചവരുടെ കൂട്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. അതുകൊണ്ട് നമുക്കൊരു വലിയ അതോറിറ്റി കർത്താവ് തന്നിരിക്കുകയാണ്. നമ്മളെ ആദ്യം ഓർപ്പിച്ച പ്രകാരം എന്തുവാണ്? പാമ്പുകളെയും തേളുകളെയും ഭൂതങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നമ്മുടെ കാര്യമില്ല. ബട്ട് വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വളർന്ന് ഇവയോടൊക്കെ പൊരുതി നിൽപ്പാൻ തക്കവണ്ണം സർവായുധ വർക്കം ധരിച്ചുകൊണ്ട് പ്രാഗൽഭ്യമുള്ളവരായി പിശാചിനെ ഒന്നും വെക്കാതെ യേശുവിനുള്ളതായിട്ട് ഓരോ നിമിഷവും ആയി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തില് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ടെന്ന് നോക്കി. ക്രൂശിൽ പ്രശംസിക്കുക അല്ലേ, അല്ലാതെ ഇട വരരുത്. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? യേശുവിനെ ആരാധിക്കുന്നത്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത്, ആ അധികാരം പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ പ്രശംസിക്കണം. പൗലോസ് ക്രൂശ് നിമിത്തം ഇപ്പോൾ അവൻ ലജ്ജിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ പ്രശംസിക്കുന്നു. അപ്പൊ പറയണം, പാരമ്പര്യങ്ങളും മറ്റുമൊക്കെ വിട്ടു വന്നപ്പോ എന്തോ നട്ടെന്നല്ല പറയേണ്ടത്. അവരൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും നയ പൈസ ഇല്ലെങ്കിലും ഹല്ലേലൂയ യേശുവിന്റെ വകയാ എന്ന് പറയുന്നതിന് എന്ത് വേണം? അഭിമാനം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മൾ യേശുവിനുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അത് മറന്നു പോകരുത്. ക്രിസ്തു ക്രൂശിൽ പ്രശംസിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊന്നും ആ ക്രൂശിനെ ദുഃഖിപ്പിക്കുന്നതാകരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാകരുത്. എന്നാൽ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നതാകട്ടെ നമ്മുടെ ഓരോ പ്രവൃത്തികളുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പൗലോസ് ഒരു വലിയ വിഷമം അവിടെ പറയുകയാണ്. പുള്ളി പല കാര്യം പറഞ്ഞു, എന്നെ അനുകരിക്ക്, മാതൃക ഇതൊക്കെ പറഞ്ഞെങ്കിലും ചിലര് ക്രൂശിൻ്റെയൊക്കെ പ്രസംഗമൊക്കെ എല്ലാം ഉണ്ട്. ബട്ട് അവരെന്തുവാ? ക്രൂശിൻ്റെ ശബ്ദം ആകാൻ പറ്റുമോ? ഈ പ്രശ്നിച്ചേച്ച് ഇതിന് വിപരീതമായി ഞാൻ സഞ്ചരിച്ച 7-ാം ദിവസം നല്ല ആത്മീയമായിട്ട് ഇരുന്നിട്ട് അടുത്ത നിമിഷങ്ങൾ ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ സഞ്ചരിച്ചാൽ ഹൂമായി ഞാൻ ക്രൂശിൻ്റെ ശത്രുവാണ്. അതാ ഞാൻ പറഞ്ഞത്, പിശാചിൻ്റെതൊന്നും അവകാശം പറയാൻ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ എന്തു സംഭവിക്കും? അവിടെ ഒരു കാര്യമുണ്ട്, അവരുടെ കാര്യം വിധിക്കരുതെന്നൊക്കെ നമ്മളോട് പറഞ്ഞല്ലേ. പക്ഷെ അവിടെ പറഞ്ഞിട്ട് നാശമാണെന്നാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ ഹല്ലേലൂയ ബാധിക്കത്തക്കവണ്ണം നിൽക്കും. പ്രിയപ്പെട്ടവരെ, ദൈവനാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയേറ്റും. സോ ഓർത്തോണം, ഞാൻ ആരാ, നാം ആരാ എന്നൊരു ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. ക്രൂശിൻ്റെ ശത്രുക്കളാകാതിരിക്കുക. കാരണം അവിടെ പറയുന്നുണ്ട് അവരുടെ ദൈവം ആരാ? വയർ. എങ്ങനെ കാര്യം? ഞാൻ അവരുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് 7-ാം ദിവസം അല്ലെങ്കിൽ യോഗമുള്ളപ്പോൾ സ്പ്രിംഗിൾ നല്ല ഉഷാറായിട്ട് നിൽക്കുക. അടുത്ത ദിവസം എങ്ങനെയും വരും. എന്താ? വയറാ ലക്ഷ്യം, വയറാണ് ലക്ഷ്യം. ഇനി ഞാൻ കൂടെ പറയും, നമ്മുടെ കമ്പനിയിൽ 8 മണിക്ക് വരാൻ പറഞ്ഞാൽ, ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ ഇടയ്ക്ക് വൺസ് ഇൻ എ വീക്ക് ഒക്കെ വിളിക്കാറുണ്ട്. 11 മണി പറഞ്ഞാൽ 11 മണിക്കോടെ ചെന്നിരിക്കണം. അത് കയറ്റത്തിൻ്റെ ആയിക്കൊന്നുമല്ല, പക്ഷെ അത് പിന്നീട് എന്നെ ബാധിക്കും. പക്ഷെ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നേ, ഒരു ആത്മീയ കൂട്ടത്തിലേക്ക്, ആത്മീയ യോഗത്തിലേക്ക് ഒന്ന് വന്നേ, അതിന് നമുക്ക് ഉഴപ്പാൻ പറ്റും അല്ലേ? കാരണം അതെന്നെ ബാധിക്കത്തൊന്നുമില്ലല്ലോ. ബാധിക്കൂ?
ന്യായാധിപന്മാരുടെ കാലം മാതിരിയാണ്. എന്തുവാ അന്നത്തെ കാലത്തിന്റെ പ്രത്യേകത? അവനവന് ബോധിച്ചതുപോലെ ചെയ്തിരുന്നൊരു കാലമാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നാട്ടിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. സഭയൊക്കെ ചാലുവായി വന്ന ആരിലും ഉണ്ടാവുമെന്ന് തന്നെ അറിയത്തില്ല. പല ദൈവദാസന്മാർ പറയാറുണ്ട്, ഇവരൊക്കെ എവിടെ പോയി, എന്താ എങ്ങനെ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ സമയം ഒന്ന് തുറന്നു കിട്ടിയായിരുന്നു. വീട്ടിൽ പവർ മെഷീനും അത് മതി എന്നാ പറയുക, കോവിഡാണ് പറയുന്നത്. പക്ഷേ കൂട്ടായ്മ കുറയാൻ പാടില്ല, ആരാധനകൾ കുറയാൻ പാടില്ല. ആത്മീയമായി നമ്മൾ വർദ്ധിക്കണം, വളരണം. ഹല്ലേലൂയ. കാരണം അപ്പുറത്തെ തന്ത്രശാലി നമ്മളെ തകർക്കാൻ കീഴെ നമ്മളെ ആക്കാൻ വേണ്ടി പുള്ളി നടക്കുകയാണ്. അവൻ്റെ കയ്യിലോട്ട് ആയുധം കൊടുത്താൽ ഹല്ലേലൂയ അത് പ്രയോഗിക്കും. അതുകൊണ്ട് ഇന്ന് ആളുകളിൽ ഹല്ലേലൂയ വയറിന് നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ അതിനെ കടുവരി ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ്. ഹല്ലേലൂയ. മാസത്തിലൊന്ന് നമ്മൾ എന്താ പറയുക, ഒരു മണിക്കൂറേ ഉള്ളൂ അല്ലേ, നമ്മളൊരു ചെയിൻ പ്രയറായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം വേണമെങ്കിൽ വേണേ ഹല്ലേലൂയ രാവിലെ വരെ അതൊന്നും ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. നമുക്ക് കുറച്ച് സമയത്തേക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 2 മണിക്കൂർ ഇട്ടു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, ആദ്യത്തെ 1 മണിക്കൂറിൽ ഞാനും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. മറ്റേ മണിക്കൂർ അതാണ് നമുക്ക് എന്താണ് സൗകര്യപ്രദമായ സമയം. ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം ആ സമയത്ത് നമ്മൾ തമ്മിൽ പ്രാർത്ഥിക്കുവാൻ അതിൻ്റെ പുറകിൽ വലിയ വിടുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഓർക്കട്ടെ. അപ്പോൾ ഓരോത്തിനും, ഓരോ കൂട്ടങ്ങൾക്കും, ഓരോ വചനങ്ങൾക്കും അതിൻ്റെതായ വിടുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ബോധ്യം ഉണ്ടാകണം. സ്തോത്രം. സമയം വളരെ പോയിരിക്കുകയാണ്. അപ്പോഴേ ഇന്ന് പകൽക്കാലം കുറേ കാര്യങ്ങളെ നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം, അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഒരിക്കലേ പോൾ യോഗിച്ചോടെ ചർച്ചിൽ, ആരാ പോൾ യോഗിച്ചു? ഇപ്പോൾ കേട്ടാണ് അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 8 ലക്ഷത്തി കൊറിയയിൽ 8 ലക്ഷത്തി സംതിങ് ആയിരുന്നു. ഇപ്പം അത് കൂടുതൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ക്രിസ്ത്യാനിയെ നോക്കി. എന്തായാലും 8 ലക്ഷത്തി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച, ലോകത്തിലെ ഏറ്റവും വലിയ സഭ പോൾ യോഗിച്ചാണ്. അദ്ദേഹം വിശ്വാസത്തിലേക്ക് ഒരു ബുദ്ധമത ജീവിക്കരുത്, വിശേഷം എറിഞ്ഞു കിട്ടി, അത് വേറൊരു സംഭവമാണ്. അതല്ല ഞാൻ പറയുന്നത്. ഒരിക്കൽ അവിടുത്തെ ഒരു വിശ്വാസി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് അസന്മാർഗമായ മാർഗത്തിൽ കൂടെ പോയി ഭവനത്തിൽ നിന്ന് വിട്ടുപോയി, അവൾ എവിടെ പോയി നടത്തില്ല, അവൾ കുറേ നാളുകൊണ്ട് അനുസരിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനകത്ത് ആ ബുക്കിനകത്തുള്ള കാര്യമാണ്. സ്തോത്രം. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, സഹോദരി കൂട്ടുമടക്ക്, നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിൽ നോക്കാൻ പറഞ്ഞു. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ക്രൂശിനൊക്കെ കാണാൻ പറ്റുമോ? എന്നോട് ചേർന്ന് കാണാൻ പറ്റുമോ? പുള്ളിക്കാരോട് ഞാൻ കാണുന്നു, അവിടെ കിടക്കുന്ന യേശുവിനെ കണ്ടോ എന്ന് ചോദിച്ചു. ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയി. കണ്ടോ ആ യേശുവിൻ്റെ ഹല്ലേലൂയ തലയിൽ നിന്നൊക്കെ രക്തം താഴോട്ട് വീഴുന്ന കണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവൻ്റെ നോക്കിയ രോമമൊക്കെ അവിടെ നിന്നൊക്കെ നോക്കിയ രക്തം പൊടിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവൻ്റെ എല്ലുകളൊക്കെ വിട്ടുകിടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ചെയ്യും സഹോദരി, അവിടെ നിന്ന് മാറിയിട്ട് ദൂരെ നിന്ന് നോക്കിയല്ലേ, വേണ്ട, അതിൻ്റെ കീഴിലോട്ടൊന്ന് വന്നു നിന്നേ. ഹല്ലേലൂയ. ഇപ്പോൾ നോക്കിക്കേ, ആ രക്തം താങ്കളുടെ മേളിലോട്ട് വീഴുന്നത് കാണാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് കാണാമെന്ന് പറഞ്ഞു. ആ ഒരു അനുഭവത്തിലേക്ക് അവർ പോവുകയാണ്. സ്തോത്രം. അതിനുശേഷം പറഞ്ഞു, ഇനിയും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ആ യേശു രക്തത്തിൽ ഒന്ന് മുദ്രയിടാൻ പറഞ്ഞു. ആ സഹോദരി മുദ്രയിടുവാൻ ആരംഭിച്ചു. നിന്റെ കുഞ്ഞിനെ മുദ്രയിടാൻ പറഞ്ഞു. ഈ അവസാനത്തെ വാക്ക് വിട്ടേക്കരുത്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ഒന്ന് മുദ്രയിടാൻ പറഞ്ഞു. ആ സഹോദരി അങ്ങനെ ചെയ്തു. അവസാനം പ്രാർത്ഥിച്ചിട്ട് വിട്ടു. ഒരാഴ്ച ആ സഹോദരി അങ്ങനെ ഓരോ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. യേശുവിൻ്റെ രക്തത്താൽ ഭവനത്തെ മുദ്രയിട്ട് ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് കേട്ട മാതിരി വചനങ്ങളൊക്കെ പറഞ്ഞ് ബലപ്പെട്ട് ആള് വചനത്തിൽ ആശ്രയിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് പണ്ട് മുടിയമ്പുത്രം തിരിച്ചു വന്നവര് അപ്പാ എന്ന് ചോദിച്ചിട്ട് ആൾ കയറി. ആ കൊച്ചു വന്നു. ആ മാതാവ് ഓടി പാസ്റ്റർ എടുത്തിട്ട് വന്നു. പാസ്റ്ററെ, അത്ഭുതം സംഭവിച്ചു, എൻ്റെ കുഞ്ഞിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം കൊണ്ട് ദൈവദാസന്മാരുടെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ രക്തം വെറുതെ സൗണ്ട് ഉണ്ടാക്കുമെന്നും അല്ല പ്രിയപ്പെട്ടവരെ. ആ നിമിഷത്തിൽ
ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ആ ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ കണ്ണുകളടച്ചു. ആത്മീയ മണ്ഡലത്തിലേക്ക് സഞ്ചരിച്ച് യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ വേലി കെട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനും വേലി കാണണം. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഇവിടെ ഇരിക്കുന്ന ഏവരും നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട്